ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമേനിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നതായി റിപ്പോർട്ട്. അദ്ദേഹത്തെ അടിയന്തരമായി ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വർഷം മാർച്ച് 8-നാണ് ഇറാന്റെ പരമോന്നത നേതാവായി മുജ്തബ ഖമേനിയെ തിരഞ്ഞെടുത്തത്. മുജ്തബ ഖമേനിയെ ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിലോ രാജ്യത്ത് അഭിസംബോധന ചെയ്യുകയോ ചെയ്തിട്ടില്ല. ആയത്തുള്ള ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ പോലും പങ്കെടുത്തിരുന്നില്ല. പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം പ്രസ്താവനയിൽ ഇറക്കുന്നതല്ലാതെ മുജ്തബ ഖമേനി പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല. ഫെബ്രുവരി 28-ന് അമേരിക്കൻ ആക്രമണത്തിൽ അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മകൻ മുജ്തബ ഖമേനിയെ പരമോന്നത നേതാവായി അവരോധിച്ചത്. അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ട US-ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ മുജ്തബ ഖമേനിക്കും പരിക്കേറ്റതായുള്ള വിവരം നേരത്തെ പുറത്തുവന്നതാണ്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രയേലി മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ആരോഗ്യനില അതീവ ഗുരുതരമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സുരക്ഷാ ഭീഷണിയും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം രഹസ്യ കേന്ദ്രത്തിൽ കഴിയുന്ന അദ്ദേഹം ഇടനിലക്കാർ വഴിയാണ് ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയിരുന്നത്. മുജ്തബ ഖമേനിയുടെ പരിക്കുകൾ നിസ്സാരമാണെന്നും സുരക്ഷിതമായ രാജ്യം ഭരിക്കുന്നുണ്ടെന്നുമാണ് ഇറാൻ ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. മുജ്തബ ഖമേനി ഇറാന് പുറത്താണെന്നും ആക്രമണത്തിൽ പൂർണ്ണമായി പരിക്കേറ്റ വിശ്രമത്തിലാണെന്നും ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ളവർ മുൻപ് പരാമർശിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇറാൻ ജനതയും പ്രാദേശിക ഭരണകൂടവും വലിയ ജാഗ്രതയിലാണ്. സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ ഏജൻസികളും രംഗത്തുണ്ട്. ഇറാന്റെ പരമോന്നത അധികാരത്തിൽ സംഭവിക്കുന്ന ഓരോ മാറ്റങ്ങളും എണ്ണ വിപണിയെയും നയതന്ത്ര ബന്ധങ്ങളെയും ബാധിച്ചേക്കാം. വിഷയത്തിൽ കൃത്യമായ സ്ഥിരീകരണം വരാൻ ലോകം കാത്തിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.